ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്താ പിള്ളേരെ കൊണ്ട് എപ്പോഴത്തേയും പോലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിള്ളേർക്ക് ഇൻ്റർവാകലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു FSCയെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം FSC ചെയ്യുന്ന പിള്ളേരെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച എൻ്റെ അനിയത്തിയൊക്കെ FSC ആണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കറിയുന്ന കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം FSC മാത്രമല്ല, FSC പോലെയുള്ള വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട് ജർമ്മനിയിൽ. അത് BFT ആണ്. അപ്പം അധികം അതാർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തി ആക്ച്വലി BFT ആണ് ചെയ്യുന്നത്. പക്ഷേ പറയുമ്പോൾ FSC എന്നാണ് പറയാറ്. കാരണം അധികം ആൾക്കാർക്കും FSC മാത്രമേ അറിയുള്ളൂ, BFT അറിയത്തില്ല. അപ്പം ഞാൻ ആദ്യം അതും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് BFT എന്ന് പറയുമ്പോൾ അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 16 വയസ്സ് തൊട്ടിട്ട് 27 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് FSC ചെയ്യാൻ പറ്റും. അതധികം കിൻഡർ ഗാർഡൻ, ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം പോലെയുള്ള ഇതിൽ ആണ് ഉണ്ടാവുക. പിന്നെ അവർക്ക് എപ്പോഴും സെമിനാർസ് ഉണ്ടാവും, പിന്നെന്താ വർക്ക്ഷോപ്പ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാനും ജർമ്മൻ കൾച്ചർ പഠിക്കാനൊക്കെ ആയിട്ട്. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്, എന്നാലും അതും വലിയ മാൻഡേറ്ററി അല്ല. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ കിട്ടി, നമ്മുടെ ജർമ്മൻ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ തരും. അപ്പം നമുക്ക് അതാണ് മെയിൻ, കോൺട്രാക്റ്റ് വേണം. പിന്നെ അവർ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, പേപ്പേഴ്സ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും. അപ്പം സർട്ടിഫിക്കറ്റ് അത്ര നിർബന്ധമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് മണി വരുന്നത് ഒരു 300 യൂറോ തൊട്ട് 480 യൂറോയുടെ ഇടയ്ക്കാണ്. ഇത്രയാണ് നമുക്കൊരു പോക്കറ്റ് മണി ആയിട്ട് കിട്ടുക. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ BFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏജ് ലിമിറ്റ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല. എത്ര ഏജുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം. റിട്ടയർഡായ ആൾക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BFT. അതും ഇതുപോലെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം തൊട്ട് 18 മാസം വരെയാണ്. FSCക്കാണെങ്കിൽ 12 മാസം, ഒരു വർഷം വരെ ഉണ്ടാവുള്ളൂ FSCക്ക്. പക്ഷേ BFT എന്ന് പറയുമ്പോൾ ഒരു 18 മാസം വരെയൊക്കെ ഉണ്ടാവും. മിനിമം 6 മന്ത്സ് എങ്കിലും ചെയ്യണം എന്നാണ് BFTയുടെ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പോക്കറ്റ് മണി ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ തന്നെയാണ് പ്രൊവൈഡിങ് ചെയ്യുന്നത്. അപ്പം ഈ 2 വിസയും രണ്ടായിരിക്കും, രണ്ടും 2 വിസയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് FSC കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാം. ഒരു മിനിമം 6 മന്ത്സ് എങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ, അതായത് ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടി കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് മാറാവുന്നതാണ്. അങ്ങനെ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോൺട്രാക്റ്റ്, അതായത് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോൺട്രാക്റ്റ്, നമുക്ക് എവിടെയാണ് അക്കോമഡേഷൻ കിട്ടിയത് അവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സംഭവങ്ങളും ഏജൻസി ത്രൂ അല്ലാതെ സെൽഫായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതധികം എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നെറ്റിൽ, അതായത് FSC എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലെയും FSC വേക്കൻസീസ് വരും. അതിലൊക്കെ കയറി അപ്ലൈ ചെയ്താൽ മതി. നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ, CV കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ നല്ലൊരു ഏജൻസിക്ക് കൊടുത്ത് നല്ലൊരു മോട്ടിവേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻടേക്കിൻ്റെ ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എൻ്റെ അനിയത്തി സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്തത്. അവൾക്ക് അങ്ങനെയാണ് കിട്ടിയത്. അവൾ DRKയിലാണ് വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിൽ. അപ്പോൾ അവൾ ഇതുപോലെ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്തതും. അവൾക്ക് ഒരു 5-6 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ജർമ്മനിലും ഇംഗ്ലീഷിലും ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ. ജർമ്മൻ നിർബന്ധമൊന്നുമല്ല. അവർ ഇംഗ്ലീഷിൽ വേണമെന്ന് ചോദിച്ചാൽ അവർ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പം അങ്ങനെ 5-6 ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പല ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഒരു 4-5 ഇൻ്റർവ്യൂസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സെലക്ട് ചെയ്യും. അവർ കോൺട്രാക്റ്റ്, നമ്മുടെ അക്കോമഡേഷൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ അതൊക്കെ അയച്ചു തരും. നമ്മൾ അതായിട്ട് VFSൽ ചെന്നാൽ മതി. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. നമുക്ക് ഏജൻസി തന്നെ പോകണമെന്നൊന്നുമില്ല. നമുക്ക് സെൽഫായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താ പറയുക, ഒരു ടൈമാണത് നമുക്ക് കിട്ടണം. ഞാനും കുറേ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത ടൈമിൽ ഇൻടേക്ക് അല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും വേക്കൻസി ഇല്ലയെന്ന് മാത്രമേ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ കറക്റ്റ് ഒരു സെപ്റ്റംബർ ഏപ്രിലിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യണം കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ അനിയത്തി ഒരു 10-200 മെയിലെങ്കിലും 3 മാസം കൊണ്ട് അയച്ചു കാണും. അങ്ങനെയാണ് അവർക്ക് ഒരിടത്തു നിന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഒരു 3 മാസം കുത്തിയിരുന്ന് നമ്മൾ മെയിൽ അയക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ അധികം ഫ്രണ്ട്സിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ലക്കാണ് അതൊക്കെ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തപ്പുക ജർമ്മനിയിൽ. അവിടെയും FSC വേക്കൻസി കാണും. അവിടെയൊക്കെ കുത്തിയിരുന്നിട്ട് നിങ്ങൾ മോട്ടിവേഷനും കാര്യങ്ങളും അവരുടെ സൈറ്റ് കാണും ഫില്ല് ചെയ്യാനുള്ള. അതിൽ സൈറ്റിൽ ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമെയിലും അയക്കുക. കണ്ടിന്യൂസ് അയക്കുക കേട്ടോ. ഒരു ഇമെയിലൊന്നും അയച്ചിട്ട് കാര്യമില്ല. ഒരു 10-200 എണ്ണമെങ്കിലും ഒരു ദിവസം ഒരു 40 എണ്ണമെങ്കിലും നിങ്ങൾ അയക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് FSC കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് FSCയെ പറ്റിയും BFTയെ പറ്റിയും പറയാനുള്ളത്. ഈ സത്യം പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അതൊന്ന് പെട്ടെന്ന് ചെയ്യാമോന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതിലിപ്പോൾ എല്ലാ ഇൻഫർമേഷൻ ഉണ്ടോയെന്നോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ പിള്ളേരെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പം അവർ കുറച്ച് കുറച്ച് അപ്സെറ്റാണ്. അപ്പോൾ അവരെ കൊണ്ട് ബാക്കി നടക്കണം. അപ്പം പെട്ടെന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിതോ ഹെൽപ്ഫുൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.